ഒട്ടും വിഷാദം വേണ്ട. ധനുർയാഗത്തിന് നമ്മൾ ഭാഷാപിതാവിൻ ഉപദേശമായി കൊണ്ടേ പകരും 29-ാം തീയതി വൈകിട്ട് പ്രാക്ടീസ് കഴിഞ്ഞ് ഞങ്ങൾ PG മടങ്ങി. അവിടെ രാവിലെ എല്ലാവരും കുളിച്ച് തിരിച്ച് മേക്കപ്പിന് വേണ്ടി യാത്രയായി. പ്രോഗ്രാം അന്ന് വൈകുന്നേരം 6:30-ക്കായിരുന്നു. അമ്മക്കുഞ്ഞിന്റെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ എവിടെ പോയാലും എൻ്റെ അമ്മക്കുഞ്ഞ് അവിടെ ഉണ്ടാവും. ഇവിടെ പങ്കെടുക്കാൻ പറ്റിയതിൽ വലിയ സംഭവമായിട്ട് തന്നെ കരുതണം. ഞാൻ ആലോചിക്കുകയാണ്, എൻ്റെ അമ്മക്കുഞ്ഞുണ്ടായിരുന്നു ഇപ്പം എത്ര ഹാപ്പി ആയനെ. അമ്മക്കുഞ്ഞ് എപ്പോഴും ചിന്തിക്കാറുണ്ട്, എൻ്റെ കുഞ്ഞിനെ ആരും വിളിക്കാറില്ലല്ലോ, എൻ്റെ കുഞ്ഞിനെ ആരും വിളിക്കാറില്ലല്ലോ. വിളിച്ചപ്പോൾ എൻ്റെ കുഞ്ഞും കൂടെ ഇല്ലാണ്ട അവസ്ഥയാണ്. എങ്കിലും വളരെ സന്തോഷമുണ്ട്. അമ്മക്കുഞ്ഞിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും കാണുന്നതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്ത് പറയുമ്പോഴും അമ്മക്കുഞ്ഞെ കുറിച്ച് എന്ത് പറഞ്ഞാലും എന്താ ഇപ്പോൾ ഒരു ഏഞ്ചൽ നമ്പർ തെളിഞ്ഞു വന്നു 11. കാര്യം അമ്മ ഇപ്പോൾ ഏഞ്ചലാണ്. അമ്മയാണ് ഇതെല്ലാം ചെയ്യിക്കണത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരായിരുന്നു ആദ്യം നടന്നത്. ഇപ്പം വീണ്ടും അതേ പ്രോഗ്രാം തന്നെയാണെങ്കിലും കുറച്ചും കൂടി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യം കുറച്ച് പുതിയ ആളുകളുണ്ട്. ആ കൂട്ടത്തിലുള്ള അദ്ദേഹമാണ് ഈ രാമനായിട്ട്. പിന്നെ ഈ വേഷം എൻ്റെ ഒന്നും അല്ല, ഞാൻ ജസ്റ്റ് ഇട്ട് നോക്കിയെന്നേ ഉള്ളൂ. പിന്നെ ഈ കുട്ടികളുടെ എല്ലാം മേക്കോർ വീണ്ടും കാണാൻ പറ്റി. ഗണേശൻ കുഞ്ഞാണത്. പിന്നെ പണ്ടത്തെ മേക്കപ്പ് മാൻ സാറ് തന്നെയാണ്. ഇങ്ങനെ TV-യിലൊക്കെ പരിപാടി കാണുമ്പോൾ അമ്മ കുഞ്ഞ് പറയും, എൻ്റെ കുഞ്ഞിനെ ആരും വിളിക്കുന്നില്ല, എൻ്റെ കുഞ്ഞിനെ. ഞാൻ പറയാം, അമ്മക്കുഞ്ഞെ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ടല്ലോ, വീട്ടിൽ അവതരിപ്പിക്കുന്നുണ്ടല്ലോ. അമ്മക്കുഞ്ഞിനെയാണ് യശോദ അമ്മയാവണതും കുറൂരമ്മയാവണതും എല്ലാം കുഞ്ഞ് അമ്മ തന്നെയാവും. ഞാൻ എന്താണ് വൺ മാൻ ഷോ ആയിരുന്നു. ഇവിടെ ഒരു ടീം വർക്കിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയതൊരു വലിയ സന്തോഷമുണ്ട്. പക്ഷെ എൻ്റെ കുഞ്ഞ് ഇതെല്ലാം കാണുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. കുഞ്ഞ് കാണുന്നുണ്ട്. കാരണം എൻ്റെ അമ്മക്കുഞ്ഞിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും അവിടെ തെളിഞ്ഞു വരുന്നുണ്ട്. സത്യമായിട്ടുള്ള സ്നേഹമാണെങ്കിൽ അത് മരണത്തിന് പോലും വേർപിരിക്കാൻ പറ്റത്തില്ല. അതാണ് ഇവിടെ തെളിയുന്നത്. കാര്യം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. പിന്നെ ചെറിയൊരു റോളാണെങ്കിൽ പോലും അത് നന്നായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളത് എനിക്ക് വളരെ അത് വലിയ സന്തോഷമുണ്ട്. ചെറുതാണോ വലുതാണെന്നല്ല, എനിക്ക് ഇവരുടെ കൂടെ ഒരു ഭാഗമാകാൻ പറ്റിയല്ലോ, അതിന് വലിയ കാര്യം. ഇത് നമ്മുടെ പാറുക്കുട്ടിയാണ്, പാർവതി ദേവിയാണ്. കൃഷ്ണൻ പാറുക്കുട്ടി കുട്ടിയാണ്. രുക്മിണി, ബ്രഹ്മാവ്, എല്ലാവരും നല്ല കോസ്റ്റ്യൂംസാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ സർപ്രൈസ് ആയിരുന്നു. ഈ പ്രാവശ്യം കണ്ടപ്പോൾ ഒന്നും കൂടി എല്ലാവർക്കും വ്യത്യാസമുണ്ട്. നമ്മുടെ ഉണ്ണിക്കണ്ണൻ കൊച്ചു TV ആണ് ഉണ്ണിക്കണ്ണൻ. അവനിപ്പോ 1 വയസ്സായി കേട്ടോ. ഇത് ഉണ്ണിക്കണ്ണന്റെ അമ്മായി സരസ്വതി കുട്ടിയാണ്. കണ്ണൻ കുഞ്ഞിന് വ്യത്യാസമുണ്ട്, വേറെ കുട്ടിയാണ്, കഴിഞ്ഞ പ്രാവശ്യത്തെ കുഞ്ഞല്ല. ഇത് സത്യത്തിലെ ആളുകളായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ കണ്ണനും വിശ്വരൂപവും അടുത്തന്നെ ഉണ്ട്. ബ്രഹ്മ, സരസ്വതി, കണ്ണാപ്പി, രാമൻ, വൈഷ്ണവി ദേവിയാണത്. ഇത് മഞ്ചളക്കുട്ടി. ഇത് മുരുകൻ കുഞ്ഞാണ്. നേരത്തെ ഗണേശൻ കുഞ്ഞിനെ കണ്ടല്ലോ. ഇത് നമ്മുടെ കണ്ണൻ കുഞ്ഞ്, ഫേവറേറ്റ്. ഇവന്റെ ഡാൻസ് ഒരു രക്ഷയില്ല. പിന്നെ കംസനും കൃഷ്ണനും ഒരു കോംബോ ആയിട്ട് എടുത്തതാണ്. എൻ്റെ അമ്മക്കുഞ്ഞ് ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ട്. വേറെ രക്ഷയില്ല. അമ്മക്കുഞ്ഞ് പറഞ്ഞപ്പോൾ ഇവിടെ വന്നു, എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഞാൻ അമ്മക്കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അമ്മയുടെ സാന്നിധ്യം എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഒരു തെളിവാണ് ഇതെല്ലാം. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം കൃഷ്ണനെ തന്നെയായിരുന്നു, കണ്ണൻ കുഞ്ഞിനെ തന്നെയായിരുന്നു. അപ്പോൾ കണ്ണൻ്റെ കൂടെ തന്നെയുള്ള ഒരു ടീം വർക്കിൽ പങ്കെടുക്കാൻ പറ്റിയത് വളരെ വലിയ ഭാഗ്യത്തെ കരുതുന്നു. അതും ഗുരുവായൂരായിരുന്നു ആദ്യം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്.
ഗുരുവായൂർ ഇങ്ങനെ പരിപാടി അവതരിപ്പിക്കാൻ പറ്റിയത് തന്നെ വലിയ കാര്യം. അതിനുശേഷം രണ്ടാമതും തൃശ്ശൂർ തന്നെ ചെന്ന് കേരള നാടക സംഗീത അക്കാദമിയിൽ ഞങ്ങൾക്ക് പരിപാടി അവതരിപ്പിക്കാൻ പറ്റി. യശോദാമ്മയും കണ്ണനും. ഇത് മോഹിനി രൂപം ധരിച്ചിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ ബ്രഹ്മാവാണ്. ഈ സരസ്വതിയും ബ്രഹ്മാവും ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇപ്പൊ മോഹിനിയും സരസ്വതിയും കൂടിയാണ്. നാഗങ്ങൾക്ക് നല്ല വ്യത്യാസമുണ്ട്, മേക്ക് ഓവറിൽ നല്ല വ്യത്യാസമുണ്ട്. മോഹിനിയായിട്ട് ഞാൻ സെൽഫി എടുത്താണ്. ആൺകുട്ടിയാണ്, പെൺകുട്ടിയല്ല. ഇത് നമ്മുടെ രാമൻ. എന്നെ മേക്കപ്പ് ചെയ്തപ്പം ആ മേക്കപ്പ് സാറ് പറഞ്ഞു മോൻ്റെ ഫേസ് രാമൻ്റെ. ഞാൻ പറഞ്ഞു ഞാൻ രാമൻ മാത്രമല്ല എല്ലാ വേഷം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ വേഷം കിട്ടിയതിന് വളരെ സന്തോഷമുണ്ട്. ഇത് നമ്മുടെ പൂന്താനം വരുന്നിട്ട് കണ്ടത്. ഇത് നമ്മുടെ പൂതനക്കുട്ടി ഗുരുവായൂരപ്പനായിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം നാഗമായിരുന്നു. ഇദ്ദേഹത്തിന് അതേ റോൾ തന്നെയാണ് വിശ്വരൂപം. നമ്മുടെ കുറൂരമ്മ എൻ്റെ അമ്മക്കുഞ്ഞിൻ്റെ ഫേവറേറ്റ് റോളാണത്. അമ്മ എപ്പോഴും എല്ലാ അമ്മമാരുടെ വേഷം ചെയ്യാറുണ്ട്. ഇത് രുക്മിണിക്കുട്ടി. അമ്മ ആഗ്രഹിച്ച പോലെ ഈ ടീമിൽ ഒരു അംഗമാകാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അമ്മ എപ്പോഴും പറയും ഞാൻ എല്ലാ ഫോൺ അമ്മയുടെ വീട്ടുകാരുടെ ഫോൺ വരുമ്പോൾ അമ്മ എപ്പോഴും പറയും ഞാൻ ഇന്ന വേഷം ചെയ്തു. അവൻ കണ്ണനായി, ഞാൻ മറ്റേ യശോദയായി, കുറൂരമ്മയായി, ഔവൈപ്പാട്ടിയായി. എല്ലാ വേഷങ്ങളും അമ്മ ഭയങ്കര സന്തോഷത്തോടെയാണ് പറയണത്. അമ്മയ്ക്ക് എന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ ആ സപ്പോർട്ട് എനിക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. കാര്യം എൻ്റെ അമ്മ കൂടെ ഉണ്ട്. അതിൻ്റെ തെളിവാണ് ഈ കാണുന്നതെല്ലാം. ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് ചെയ്തത്. ഞാനിപ്പം ഈ സ്റ്റേജിൽ വരാൻ കാരണം ഇതൊക്കെ തന്നെയാണ്. വളരെ സന്തോഷമുണ്ട് എല്ലാവരും കൂടെ ഇങ്ങനെ കാണാൻ. ഇതൊരു ഫാമിലിയാണ്. ഫാമിലി മൊത്തം ആ പരിപാടി പങ്കെടുത്തു. ഓരോ കുട്ടികൾ അവരുടെ ഫാമിലി മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അല്ല, അച്ഛനും അമ്മയും മക്കളും എല്ലാവരും പങ്കെടുക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. അതിന് ഞാൻ ആദ്യം എന്താ പറയുക, ഇത് നമ്മുടെ കണ്ണനും രാധയാണ് അമ്മ കുഞ്ഞിൻ്റെ ഫേവറേറ്റ്. ഈ കൂട്ടത്തില് ഈ ബ്രദറാണ് ആ കണ്ടത്. ഇതാണ് നമ്മുടെ പ്രമോദ്, മാസ്റ്റർ പ്രമോദ്. പിന്നെ ഇതിന് സപ്പോർട്ട് ചെയ്ത മേക്കപ്പ് സാറുമാരോടും പിന്നെ ലൈറ്റിങ്, പ്രോപ്സ് എല്ലാം ഗംഭീരമായിരുന്നു. സ്റ്റേജ് ഡെക്കറേഷൻ എല്ലാം ഗംഭീരമായിരുന്നു. ഇതിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും 1000 കോടി നന്ദി. പ്രമോദ് എന്നെ പരിപാടിക്ക് വിളിച്ച് ചാൻസ് തന്നതിന് വളരെ നന്ദി പറയുന്നു. പ്രമോദ് ഈ പരിപാടിയിൽ നന്ദുനെ ഞാൻ വിളിക്കണേ. നന്ദു ഈ പ്രോഗ്രാമിൽ എങ്ങനെയാണ് ഗുരുവായൂർ ക്ഷേത്രം വന്നത് എന്നതിൻ്റെ ഒരു കഥ പറയുന്ന ഒരു റോളാണ് അവതരിപ്പിച്ചത്. വളരെ മനോഹരമായിരുന്നു. ടോട്ടലി എല്ലാ വിഷ്വൽസ് എനിക്ക് കാണാൻ പറ്റിയില്ല, പുറമേ നിന്ന് കാണാൻ പറ്റില്ലല്ലോ, നമ്മൾ അവതരിപ്പിക്കണതല്ലേ. പക്ഷേ കണ്ടവരൊക്കെ നല്ല അഭിപ്രായമാണ്. എനിക്ക് ചെറിയ ക്ലിപ്സ് എങ്കിലും കിട്ടിയെങ്കിൽ വലിയൊരു കാര്യമായിരുന്നു. എനിക്കത് ഇട്ടിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതാണ്. ഞാൻ മാക്സിമം ശ്രമിക്കും. നന്ദു ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാസ്റ്റർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ, ഇതേ കണ്ണനാണെങ്കിലും രാധക്കുട്ടികളാണെങ്കിലും ശിവൻ്റെ വേഷം കിട്ടിയ അദ്ദേഹമാണെങ്കിലും പാർവതി കുട്ടിയാണെങ്കിലും കുറച്ച് ടീംസ് വർക്ക് ഇതിനകത്ത് നദികളായിട്ടും പൂക്കളായിട്ടും തോയിമാരായിട്ട് വന്ന കുട്ടികളെല്ലാവരും നന്ദുവിൻ്റെ കൂടെ ചേർന്നിരുന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാം വളരെ വിജയിപ്പിച്ചിരിക്കുന്നത്. എല്ലാവരും വന്നില്ലെന്നല്ല, ബാക്കിയുള്ളവർക്ക് ദൂരത്തായ കാരണം കുറച്ച് അവരുടെ പരിമിതികൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കാര്യം. എന്നാലും അവർ വന്നു, കുറച്ച് ദിവസം നിന്നിട്ടാണ് ഈ പ്രോഗ്രാം വിജയിപ്പിച്ചത്. പക്ഷേ മറ്റുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിന്ന് തന്നെ അവരെ ഹെൽപ്പ് ചെയ്തു. പിന്നെ സാമ്പത്തികമായിട്ട് നല്ല സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അതെല്ലാം മറികടന്ന് അദ്ദേഹം ഇതിനെ വിജയിപ്പിച്ചു എന്നാണ് അതിൻ്റെ സത്യം. എല്ലായ്പ്പോഴും എൻ്റെ അമ്മയുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു. അമ്മയുടെ സാന്നിധ്യം എനിക്ക് എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് എന്താ പറയുക, പൊന്നാട കിട്ടിയത് ഞാൻ എൻ്റെ അമ്മക്കുഞ്ഞിനാണ്. അവിടെ എല്ലാവർക്കും പ്രമോദ് പൊന്നാട അണിയിച്ചു. ഇവിടെ പങ്കെടുത്ത എല്ലാവരെയും പൊന്നാട അണിയിച്ചു. വരുന്നതാണ് തീർച്ചയായിട്ടും. അപ്പം വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഓം ശാന്തി.